ഒരു മനുഷ്യനെ ഫർദ് നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ അവൻ ആ ഫർദ് നിസ്കാരം ഖളാ വീട്ടാതെ സുന്നത്ത് നിസ്കരിക്കേണ്ടെന്നാണ്. ആ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തും അയാൾ എന്ത് ചെയ്യുക, ഒരു ഫർദ് നിസ്കാരം ഖളാ വീട്ടുക. ഇപ്പോ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ എഴുന്നേറ്റു എന്ന് വിചാരിക്കുക. സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കാരം നമ്മൾ നിസ്കരിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നഷ്ടപ്പെട്ടു പോയ 2 റക്അത്ത് സുബഹി നിസ്കാരം ഖളാ വീട്ടുക. അപ്പോൾ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടല്ലോ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, നമുക്ക് ഒരുപാട് നിസ്കാരം ഖളാ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ഇയാൾ തഹജ്ജുദിന്റെ സമയത്ത് തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കണമെന്ന് ആഗ്രഹമുള്ളതോടൊപ്പം തന്നെ സുബഹി നിസ്കാരം ഖളാ വീട്ടുമ്പോൾ അയാൾക്ക് സുബഹി ഖളാ വീട്ടിയ പ്രതിഫലവും ഉണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിന്റെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പൊ വിത്ർ നിസ്കാരം, ദുഹാ നിസ്കാരം, ഏത് നിസ്കാരമാവട്ടെ, ആ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പകരം ഇയാൾ എന്ത് ചെയ്യുക, ആ സമയത്ത് ഒരു ഫർളായ നിസ്കാരം ഖളാ വീട്ടലാണ് വേണ്ടത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഖളാ ആയി പോയ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മറന്നു പോവരുത്. ഇനി നമ്മൾ പറയുന്നത്, നിസ്കാരത്തില് ചില ഉമ്മമാര് ചോദിക്കും, ഉസ്താദെ ഞങ്ങൾക്ക് മെൻസസ് ആയ സമയത്ത് ഒരാഴ്ചത്തെ നിസ്കാരമൊക്കെ ഖളായുണ്ട്, അല്ലെങ്കിൽ പ്രസവിച്ച് കിടന്ന സമയത്ത് നിസ്കാരം ഖളായുണ്ട്, അത് ഞങ്ങൾ എങ്ങനെയാ ഖളാ വീട്ടേണ്ടതെന്ന്. സ്ത്രീകൾക്ക് അല്ലാഹു ഒരുപാട് ഓഫറുകൾ നൽകിയിട്ടുണ്ട് ഇബാദത്തിന്റെ വിഷയത്തിൽ. അതിൽപ്പെട്ട ഒന്നാണ്, നിങ്ങൾക്ക് മെൻസസ് ആകുന്ന സമയത്ത് 7 ദിവസമാവട്ടെ 15 ദിവസമാവട്ടെ മെൻസസ് ആണോ, നിങ്ങൾക്ക് ആ സമയത്തുള്ള നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിച്ചാൽ അവിടെ ശിക്ഷ കിട്ടുമെന്നാണ്. യാ അല്ലാഹ്, നിസ്കരിച്ചാൽ അവിടെ ശിക്ഷ കിട്ടും. അതുപോലെ തന്നെ പ്രസവിച്ച പെണ്ണ് അവളെ പ്രസവരക്തം നിൽക്കുന്നത് വരെ അവൾക്ക് നിസ്കരിക്കേണ്ട എന്നാണ് അല്ലാഹു തആല, നിസ്കരിക്കാൻ പാടില്ലെന്നാണ്. ആ സമയത്ത് നിങ്ങൾക്കൊരു ഓഫറാണ്. അപ്പോ ഈ മെൻസസ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ പ്രസവ രക്തം പുറപ്പെടുന്ന ആ സമയത്തൊക്കെ ഉള്ള നിസ്കാരം നിങ്ങൾക്ക് നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ ഖളാ വീട്ടേണ്ട ആവശ്യവുമില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വസ്വാസുകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഒരാള് നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ ചുറ്റിനും ശൈത്വാൻ ഇങ്ങനെ വട്ടം കറങ്ങുമെന്നാണ്. ശൈത്താൻ ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് അവനെ ഇങ്ങനെ ഒരുപാട് ശാരീരികമായ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ മാനസികമായ ഉപദ്രവങ്ങൾ കൊടുക്കുമെന്നാണ്. അവർക്ക് ഒരുപാട് വസ്വാസുകൾ, ഒരുപാട് ഷർറുകൾ ഇട്ടുകൊടുക്കുമെന്നാണ്. ഇവിടെ നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കുന്ന സമയത്ത് പലരുടെയും നിസ്കാരം അല്ലാഹു സ്വീകരിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, നിസ്കാരത്തിന്റെ 14 ഫർളുകളിൽ 9ാമത്തെ ഫർള് അവർ എടുക്കുന്നില്ല എന്നതാണ്. എന്താണ് ഈ 9ാമത്തെ ഫർള്? 9ാമത്തെ ഫർള് തുമഇനീനത്ത് എന്നാണ്. തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ അനക്കമടങ്ങുക. അതായത് റുകൂഅ് ചെയ്യുമ്പോൾ, ഇഅ്തിദാൽ ചെയ്യുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ, സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തില് ഒക്കെ തുമഇനീനത്ത് അനക്കമടങ്ങുക. ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന ആ ഒരു സമയമെങ്കിലും നമ്മൾ അനക്കമടങ്ങി, അതായത് ഒരു അവയവവും ചലിപ്പിക്കാത്ത നിലയിൽ നമ്മൾ ഉണ്ടാവണമെന്നാണ്. റുകൂഅ് ആണെങ്കിൽ റുകൂഇൽ തന്നെ